ജനസമ്പർക്ക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. രാജേഷ് ഖിംചി എന്ന യുവാവാണ് ആക്രമിച്ചത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പരിപാടിക്കിടെ അക്രമി മുടി പിടിച്ചു വലിച്ചപ്പോൾ രേഖ ഗുപ്തയുടെ തല മുന്നിലുണ്ടായ മേശയിൽ ഇടിക്കുകയായിരുന്നു. മെഡിക്കൽ സംഘം വസതിയിലെത്തി മുഖ്യമന്ത്രിയെ പരിശോധിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ആരാണ് ഈ രാജേഷ് ഖിംചി? രാജേഷ് ഖിംചി എന്ന് പറയുന്നത് ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് വിവരങ്ങൾ, ഇയാൾ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അനുഭാവിയാണോ, ഈ വരവിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ തുടങ്ങിയതൊന്നും പുറത്ത് വന്നിട്ടില്ല. ഡൽഹി പോലീസ് പുറത്ത് വിട്ടിട്ടില്ല. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇപ്പോഴും ഈ കാണുന്ന വസതിയിൽ, അവരുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ജനസേവാ സദൻ എന്നുള്ള പേര് കാണാം, ഈ വീട്ടിനകത്ത് തന്നെയാണുള്ളത്. ഇവിടെയാണ് മെഡിക്കൽ സംഘം എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. ഇതിനകത്ത് തന്നെ ചെറിയൊരു ആശുപത്രി സെറ്റപ്പൊക്കെ ഉണ്ട്. പെട്ടെന്ന് ചികിത്സ നൽകാനെല്ലാം അത് വളരെ സൗകര്യമായിരുന്നു. കൂടുതൽ മെഡിക്കൽ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുമെന്നുള്ള കാര്യമുണ്ട്. ഈ പ്രതിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോലീസ്, ഈ ഗുജറാത്തിലെ രാജ്കോട്ടിൽ വീട്ടിലേക്ക് പോലീസ് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു മൊഴി, ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹം, ഈ രാജേഷ് ഖിംചി എന്ന് പറയുന്നത് നായ്ക്കളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത് ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ സംബന്ധിച്ച് സുപ്രീം കോടതി എടുത്ത ഒരു തീരുമാനം, ഉത്തരവ്, അതിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിച്ചിരുന്നു. അക്കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനും സംസാരിക്കാനും ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് വേണ്ടിയിട്ട് ആണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നതെന്നുള്ള വിവരങ്ങളും ചില സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടാണ് അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.